ഞാൻ ഇന്നലെ കിടന്ന പെട്രോൾ പമ്പിൽ നിന്നും ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ പോകുന്നത് ചെന്നൈയിലോട്ടാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫാമിലി ചെന്നൈയിലുണ്ട്. അവരെ കാണാനാണ് ഞാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് എന്നാണ്. ബാബു എന്നാണ് എല്ലാവരും വിളിക്കാറ്. ഞാൻ തന്നെ ബാബുവേട്ടെന്ന് വിളിക്കും. ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വണ്ടിയെടുത്ത് കുടുംബസമേതം എന്നെ ചെന്നൈ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവരെന്നെ ആദ്യം കൊണ്ടുപോയത് ആവടി എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഏരിയയിലേക്കാണ്. ഇവിടെ ടാങ്ക് അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസ് എല്ലാം നിർമ്മിക്കുന്ന ആർമിയുടെ ഒരു ഫാക്ടറി ഏരിയയാണത്. ആർമി മാത്രമല്ല, നേവിയും എയർഫോഴ്സും എല്ലാം ഇവിടെ തന്നെയാണുള്ളത്. ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കിലോമീറ്റർ കണക്കിന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്തു കൂടെയുള്ള റോഡാണ്. ഇവിടെ നിർമ്മിക്കുന്ന ടാങ്ക് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയാണ് റൈറ്റ് സൈഡ് കാണുന്ന ആ ചെറിയൊരു വഴി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ടാങ്ക് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ ടാങ്കിൽ നിന്നാണ് ചെന്നൈയിലോട്ടുള്ള കുടിവെള്ളം എല്ലാം വരുന്നതെന്ന്. അവിടെ നിന്ന് നേരെ പോകുന്നത് ചെന്നൈ സെൻട്രലിലോട്ടാണ്. റിപ്പോൺ ബിൽഡിങ്ങും സബർബൻ റെയിൽവേ സ്റ്റേഷനും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും എല്ലാം കണ്ടു. ചെറിയൊരു മാർക്കറ്റ് ഏരിയയും അവരെനിക്ക് കാണിച്ചു തരേണ്ടായി. പിന്നെ ഒരു ബിൽഡിംഗ് ചൂണ്ടിക്കാട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഹൈക്കോർട്ടാണെന്ന്. അങ്ങനെ അതും കണ്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. ബീച്ചിൽ MGR, ജയലളിത, അണ്ണ, കലൈങ്ങർ തുടങ്ങിയവരുടെ മെമ്മോറിയലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുന്ന സ്ഥലമാണല്ലോ ഇതെല്ലാം. അങ്ങനെ ഞാനും അതെല്ലാം കണ്ട് നേരെ പിന്നെ ഞങ്ങൾ പോകുന്നത് ബീച്ചിനകത്തോട്ടാണ്. ബീച്ചിലോട്ട് പോകുന്തോറും ഒരുപാട് കച്ചവടങ്ങൾ അതുപോലെ തന്നെ മീനുകളെല്ലാം അപ്പോൾ ഫ്രഷായിട്ട് പൊരിച്ച് നൽകുന്ന സ്ഥലങ്ങളും കണ്ടു. അങ്ങനെ ബീച്ചിലോട്ടെത്തി. ബീച്ചിലൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ്. ഞങ്ങൾ എത്തുന്നത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു.